ജിജി ജോസഫ്, വൈദികർ അത് പറയുന്നു, ഇതിനകത്ത് ചില നിലപാടുകളുണ്ട്, ഈ നിലപാടുകൾ പ്രബുദ്ധരായിട്ടുള്ള ക്രിസ്ത്യാനി സമൂഹം ഉൾക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും. ജോസഫ് പാംബ്ലാനി ഇന്നലെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയം പറയുമ്പോൾ അവിടെയും ജബൽപൂരൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. മറ്റെവിടെയും ഇല്ലെങ്കിലും ജബൽപൂരും മണിപ്പൂരും ഒരുപക്ഷെ മുനമ്പും ഒക്കെ ഉയർത്തുന്ന പോലെയുള്ള വൈകാരികപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നില്ലെങ്കിലും ഈ വിഷയങ്ങളൊക്കെ അറിയുന്നവരാണ് ക്രൈസ്തവ സമൂഹം. ഓർഗനൈസറിൽ ലേഖനം വരികയും ആ ലേഖനം മണിക്കൂറുകൾക്ക് ശേഷം പിൻവലിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ ഞങ്ങൾക്കുമെതിരെയും തിരിഞ്ഞേക്കാം എന്നുള്ളൊരു ബോധ്യം ഇവിടെയുള്ള ക്രൈസ്തവർക്ക് ഇല്ലാതാകുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തിന്റെ വാക്കുകളിലുണ്ട്. അങ്ങനെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മുനമ്പം BJP എടുക്കണോ? അല്ല, അതിനു മുമ്പ് ഒരുപാട് പേര് ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും CPMന്റെ സഹയാത്രികനും ഒക്കെ പറഞ്ഞു ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞു. ലോക്സഭയിൽ പറഞ്ഞു, അമിത്ഷാജിയും പറഞ്ഞു, കേട്ടില്ലായിരുന്നത്. പക്ഷേ അത് വഖഫ് സ്വത്തുകൾക്കാണ്. ഏത് വഖഫിൻ്റെ സ്വത്ത്? ഇത് ട്രസ്റ്റിലേക്ക് കൊടുത്തതാണ്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അതായത് ഫറൂഖ് കോളേജിൻ്റെ ട്രസ്റ്റിലേക്ക് കൊടുത്തതാണ്. സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഇതിലെ സൊസൈറ്റിയിലേക്ക് കൊടുത്തതാണ്. അതിൻ്റെ കാര്യമാണ് 2A പറയുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട വിധി വന്നതോ അല്ലെങ്കിൽ അല്ലാതെ വന്നതോ കോടതിയിൽ കിടക്കുന്നതൊക്കെ തന്നെ അവിടെ തന്നെ കിടക്കും. ഇത് അതിൽ നിന്ന് മാറി സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സ്ഥാപനത്തിന്, ഒരു ധർമ്മസ്ഥാപനത്തിന് കൊടുത്ത സ്വത്തിന് ഇതിന് കോടതിയുടെ ഉത്തരവ്, എന്തെങ്കിലും കോടതിയുടെ ഉത്തരവുകൾ അവയെ സംബന്ധിച്ച് നിലവിലുണ്ടെങ്കിൽ പോലും അത്തരം വസ്തുക്കൾ വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും. മനസ്സിലായോ? ഇനി ഞാനിത് വിശദീകരിക്കില്ല. ഇനി വേണമെങ്കിൽ ഉരുട്ടിപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോവാം. കിട്ടില്ല. എന്താ സന്തോഷം? കോൺഗ്രസ്സുകാരന് എന്തൊരു സന്തോഷം. മുനമ്പങ്കാർക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇരട്ടി പൂത്തിരി കത്തിച്ചാൽ സന്തോഷിക്കുന്നത്. കിട്ടില്ല കേട്ടോ, 1000 കൊല്ലമായാലും കിട്ടില്ല കേട്ടോ. എന്തിനാണ് സന്തോഷിക്കുന്നത്? CPMകാരനും കൂടെ നിങ്ങൾക്ക് കിട്ടില്ല എന്നിട്ട് പറയും ഞാൻ മുൻപത്തിന് കൊടുത്തു, ഞങ്ങൾ മുൻപത്തിൻ്റെ കൂടെയാണ്. എന്ത് കൂടെ? അവർക്കറിയാം അവരെ പറ്റിച്ച കാര്യം. അവരെ P. രാജീവ് പറയും, AG എടുത്ത് ഞാൻ വിളിച്ചു പറയുമെന്ന് പറയും. എന്നിട്ട് AG എടുത്ത് വിളിച്ചു പറയില്ല, AG ഹാജരാകില്ല. തിരുവനന്തപുരത്ത് വരാൻ പറയും. ഫസ്റ്റ് ഫ്ലോറിൽ കയറും, സെക്കൻഡ് ഫ്ലോറിൽ കയറും, ഗ്രൗണ്ട് ഫ്ലോറിൽ വരും, ചായ കുടിക്കും, പിന്നെയും കയറും, പിന്നെയും ഇറങ്ങും. ഈ പാവങ്ങൾ 2.5 കൊല്ലം നടന്നതാണ്. അവർക്കറിയാം ഇതെല്ലാം. പിന്നെ കോൺഗ്രസിൻ്റെ VD സതീശൻ പറഞ്ഞല്ലോ, BJPക്കാരാണ് അവിടെ 50 പേര് ചേർന്നത് എന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് വാ. ഇനി എണ്ണം കുറവാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ 9-ാം തീയതി വാ. ഞാൻ വെല്ലുവിളിക്കുക. ധൈര്യം ഉണ്ടേ വാ. പിന്നെ ഈ ശ്രീമൻ ചൂടിനുമൊക്കെ കത്തോലിക്ക സഭയുടെ നിലപാട് പറഞ്ഞോ? BJPക്ക് എതിരായിട്ടാണോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് കത്തോലിക്ക സഭ എതിർപ്പുണ്ട്, അനുകൂലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സഭയുടേതായ കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒരു രാഷ്ട്രീയ നയം എന്താണ് എന്ന്, അത് BJPക്ക് അനുകൂലമല്ല എന്നൊക്കെ പറയാൻ അതെങ്ങനെ പറയാം? അത് അതിൻ്റെ അകത്തെ ചില രാഷ്ട്രീയക്കാർ പറയും. അത് ഞങ്ങൾ മുനമ്പത്തും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട്, അത് കോൺഗ്രസ്സുകാരുമുണ്ട്, CPMകാരുമുണ്ട്, അവരൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇതിനകത്ത് അത്ര തൃപ്തരുമല്ല. ഇതും ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ അകത്ത് എപ്പോൾ വന്നാലും ഈ പറയുന്നത്, ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ, പണ്ടേ ഈ CPMകാർക്ക് ഉള്ളതാണല്ലോ, ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ചെക്കോസ്ലാവാക്യയിലെ കാര്യം പറയും. അവരിവിടുത്തെ കാര്യം പറയില്ല. നിങ്ങൾ ഇവിടുത്തെ കാര്യം പറ. നിങ്ങൾക്ക് ഇത്രയും താല്പര്യമുണ്ട്, വളരെയധികം താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ അല്ലെന്ന് ഇവിടെ തന്നെയാ ഞങ്ങൾ മുനമ്പത്തെ കാര്യം എന്ന് ചർച്ച ചെയ്യുന്നത്. മുനമ്പത്തെ കാര്യം ഇനി പറയുന്ന ഒറ്റ മിനിറ്റ്. നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, CAA പ്രകാരം. സാറേ ഒന്ന് പറഞ്ഞോട്ടെ. CAA പ്രകാരം 350-ലധികം ആളുകൾ ഇന്ത്യൻ പൗരന്മാരായി. 2019 ഈ CAA വഴി 350 വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. അമിത്ഷാ 25,000-ലധികം അപേക്ഷകൾ സ്വീകരിച്ചു. ഇനി കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഈ കാര്യത്തെക്കുറിച്ച് വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ഇരുന്ന് ചാനലാണ്, ആരും നോക്കില്ല എന്ന് വിചാരിച്ചാണോ?
അല്ല ജിജി, ഈ വഖഫ് ട്രസ്റ്റ് അല്ല, അന്നങ്ങ് trust ആണ്. തള്ളുക. അല്ല ഞാൻ ചോദിക്കുന്നത് വഖഫ് ട്രസ്റ്റ് ആണ് എന്ന് തെളിയിക്കേണ്ടത്. ഈ പറഞ്ഞ ഈ സെക്ഷൻ 2 എന്നല്ല, അപ്പോഴും അതിൽ ചില ചാലഞ്ചസ് ഉണ്ട്, അതിൽ ചില പരിമിതികളുണ്ട്. ഇത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് ട്രസ്റ്റ് ആണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും അതൊരു പക്ഷേ ഒരു നീണ്ട നിയമപ്രക്രിയയിലേക്ക് പോകണം. സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഈ ഫറൂഖ് കോളേജിന്റെ ഇത് നിലനിൽക്കുന്നത്. സൊസൈറ്റി ആക്ട് തന്നെ, അത് വഖഫ് അല്ല, വഖഫ് ബോർഡോ വഖഫിന്റെ ഇതിലുള്ള ഇതല്ല, അങ്ങനെയല്ല. ഇതിൽ അതിന് വേറെ കണ്ടീഷൻ അല്ല, അത് വഖഫ് പിന്നെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? പിന്നെ കോൺഗ്രസ്സുകാരോട് 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? 10 മാസം കൊണ്ട് തരും. 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ അതെങ്ങനെയാ തീർക്കാന്ന് പറഞ്ഞു? ഞങ്ങൾക്ക് അതിന് ഉത്തരവുണ്ട്. CPM വരെ പറഞ്ഞില്ല. നിങ്ങളുടെ MLA സാറേ, നിങ്ങളുടെ MLA പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളുടെ MLA വന്ന് അവിടെ പ്രസംഗിച്ചത് പോപ്പ് വന്നാലും ഈ പ്രശ്നം തീരില്ല, സാക്ഷാൽ പിണറായി വിജയൻ വിചാരിക്കണം അല്ലേ? എന്നിട്ട് കമ്മീഷൻ വെച്ചു. കമ്മീഷൻ വെക്കുമ്പോ പറയട്ടെ കമ്മീഷൻ വെക്കുമ്പോ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? AG നിയമോപദേശം തന്നില്ലായിരുന്നോ ഈ കമ്മീഷൻ നിലനിൽക്കില്ല എന്ന്? അത്രയ്ക്ക് മണ്ടറാണോ AG? ഒന്നുമല്ല, പറ്റിക്കാൻ, ചുമ്മാ ഒന്ന് പറ്റിക്കാൻ, വേറെ അത്രേ ഉള്ളൂ. എന്നെ കൊടുക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ എന്താ നിലപാടെന്താ? നിങ്ങൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ, നിങ്ങൾ ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ മുൻപത്തിന് വേണ്ടി എന്താ സംസാരിച്ചേ? നിങ്ങൾക്ക് പറയില്ലായിരുന്നോ ഞങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാം? കോൺഗ്രസ്സുകാർ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാം, മുൻപത്തെ പ്രശ്നം പരിഹരിക്കണം, പറയണ്ടേ? അല്ലെങ്കിൽ മുൻപത്തെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കും?